കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ അറീനിയസ് ഇക്വേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു റിയാക്ഷന്റെ റേറ്റും ടെമ്പറേച്ചറും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ റേറ്റ് നിർണ്ണയിക്കുന്ന വിവിധ ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഇതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ വരുന്ന ഒരു പ്രധാന ഇക്വേഷനാണ് അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ ദി റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സാധാരണയായിട്ടൊരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. ഫോർ മെനി റിയാക്ഷൻസ് ദി റേറ്റ് കോൺസ്റ്റന്റ് ഈസ് നിയർലി ഡബിൾഡ് ഫോർ എവരി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഓരോ 10 ഡിഗ്രി കൂടുമ്പോഴും റേറ്റ് കോൺസ്റ്റന്റ് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. സാധാരണയായി ഒരു റിയാക്ഷനിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഈ ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് എനർജി ഓഫ് ആക്ടിവേഷൻ. ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫാണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇതിൽ എക്സ് ആക്സിസിൽ റിയാക്ഷൻ കോർഡിനേറ്റ്, വൈ ആക്സിസിൽ പൊട്ടൻഷ്യൽ എനർജിയും എടുത്തിരിക്കുന്നു. അവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എ എന്ന് കാണിച്ചിരിക്കുന്നത് റിയാക്റ്റൻസ് ആണ്. അപ്പോൾ റിയാക്റ്റൻസിന്റെ എനർജി ലെവലാണ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ബി എന്ന് കാണിച്ചിരിക്കുന്നത് പ്രോഡക്ട്സിന്റെ എനർജി ലെവലാണ്. അപ്പോൾ ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ഒന്ന് ലളിതമായി മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. റിയാക്റ്റൻസ് ഒരു നിശ്ചിത എനർജിയിലായിരിക്കും കാണപ്പെടുക. പക്ഷേ ഈ എനർജി കൊണ്ട് മാത്രം നമുക്ക് ആ റിയാക്റ്റൻസിന് റിയാക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അപ്പം നമ്മൾ കുറച്ച് എനർജി എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ റിയാക്റ്റൻസ് ഒരു പ്രത്യേകതരം കോംപ്ലക്സ് ആയി മാറും. വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ്. ഇതിനെ നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്ന് വിളിക്കും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി മാറിയ ശേഷമാണ് റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയി മാറുന്നത്. അപ്പോൾ റിയാക്റ്റൻസ് ആ ഗ്രാഫിൽ കാണുന്നത് പോലെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്നുള്ള ഒരു മല കയറിയ ശേഷമാണ് പ്രോഡക്റ്റായ ബി ആയി മാറുന്നത്. അപ്പോൾ ഈ മല കയറുന്നതിന് ആവശ്യമായി നമ്മൾ കൊടുക്കുന്ന എനർജിയെയാണ്, അഡീഷണലായി കൊടുക്കുന്ന എനർജിയെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആക്ടിവേഷൻ എനർജിയും റിയാക്റ്റൻസിന് സ്വന്തമായി ഉണ്ടായിരുന്ന എനർജിയും കൂട്ടിയാൽ നമുക്ക് മറ്റൊരു എനർജി കിട്ടും. അതിൻ്റെ പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ ഒരു റിയാക്റ്റൻസ് റിയാക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട മിനിമം എനർജിയെ നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ മലയാളത്തിൽ ഉത്തേജനോർജ്ജം എന്നൊക്കെ പറയും. The excess energy which must be supplied to the reactant molecules to undergo chemical reaction is called activation energy. ഈ റിയാക്റ്റൻസിന് രാസപ്രവർത്തനം നടത്താൻ ആവശ്യമായ അധിക ഊർജത്തെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. റിയാക്റ്റൻസിന് കുറച്ച് എനർജി ഉണ്ടായിരിക്കും, അത് കൂടാതെ ആവശ്യമായി വരുന്ന എനർജിയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ EA എന്നാണ്. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആക്ടിവേഷൻ എനർജി എന്താണെന്നും ത്രെഷോൾഡ് എനർജി എന്താണെന്നും ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇനി നമുക്ക് അറീനിയസ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റും ടെമ്പറേച്ചറും താപനിലയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷനെയാണ് നമ്മൾ അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറീനിയസ് ഇക്വേഷൻ വാൻ ഹോഫ് ആണ് ആദ്യമായിട്ട് ഒരു ആശയം തന്നത്. എന്നാൽ പിന്നീട് അത് മോഡിഫൈ ചെയ്ത് അറീനിയസ് ഈ രൂപത്തിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. K = A × e⁻⁻ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷനാണ് ഈ അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ടേമും എന്താണെന്ന് നോക്കാം. ഇവിടെ K നമുക്കറിയാം റേറ്റ് കോൺസ്റ്റന്റ്. A എന്ന് പറഞ്ഞാൽ അറീനിയസ് ഫാക്ടർ ഓർ ഫ്രീക്വൻസി ഫാക്ടർ, അല്ലെങ്കിൽ നമ്മൾ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നും പറയും. ഇനി EA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ടിവേഷൻ എനർജി, T എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, R എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഈ അറീനിയസ് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് e⁻⁻ എന്നാണ് ഇക്വേഷനിൽ കാണുന്നത്. അപ്പോൾ ആക്ടിവേഷൻ എനർജിയും റേറ്റ് കോൺസ്റ്റന്റും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ആക്ടിവേഷൻ എനർജി കുറയുന്നതിനനുസരിച്ച് നമുക്ക് ആ റിയാക്ഷൻ പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് മറ്റു പല ഫോമിൽ എഴുതാം. അതിൽ പ്രധാനപ്പെട്ട 2 ഫോമുകളാണ് ലോഗരിതമിക് ഫോം ഓഫ് അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ ലോഗരിതമിക് ഫോം നാച്ചുറൽ ലോഗ് എടുത്ത് നമ്മൾ എഴുതുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇക്വേഷന്റെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എന്താകും? കെ എന്നുള്ളതിന് ln k എന്ന് എഴുതുക. എ ഈക്വൽസ് എക്ക് പകരം ln a എന്ന് എഴുതുക. ഇനി e⁻ എന്നതിന് പകരം എന്നുള്ളതിന്റെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റേസ് ആയിട്ടുള്ള സംഗതി മാത്രമേ കാണുകയുള്ളൂ. ഇത് മാത്സ് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഈ പോകും, എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്ന ഈ പോകും, ബാക്കി എന്താ ഉള്ളത്? -EA/RT. അപ്പൊ ലോഗ് e⁻x എന്ന് പറഞ്ഞാൽ x ആണെന്ന് ഓർക്കുക. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് എന്താണ്? -EA/RT. അപ്പോഴാണ് അങ്ങനെ ഇക്വേഷൻ ln k = ln a - EA/RT എന്ന് വരുന്നത്. ഈ നാച്ചുറൽ ലോഗിനെ മാറ്റി ബേസ് 10 ആയിട്ടുള്ള ലോഗ് ആക്കിയാൽ എങ്ങനെയാകും? log k = log a - EA/2.303 RT എന്ന് ലഭിക്കും. അപ്പോൾ നാച്ചുറൽ ലോഗിലുള്ള ഇക്വേഷനെ ബേസ് 10 ലോഗ് ആക്കുമ്പോൾ 2.3 മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതാണ് 2 രൂപത്തിലുള്ള അറീനിയസ് ഇക്വേഷന്റെ ലോഗരിതമിക് ഫോം. അപ്പോൾ അറീനിയസ് ഇക്വേഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ റേറ്റ് കൂടുന്നതെന്ന് നോക്കാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആക്ടിവേഷൻ എനർജിയോ അതിൽ കൂടുതലോ ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടുകയും തൽഫലമായി റിയാക്ഷൻ റേറ്റ് കൂടുകയും ചെയ്യുന്നു. ടെമ്പറേച്ചർ ഏകദേശം 10 ഡിഗ്രി കൂട്ടിയാൽ ആക്ടിവേഷൻ എനർജിയോ അതിൽ കൂടുതലോ ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണം ഇരട്ടിയാകുന്നതാണ് റിയാക്ഷന്റെ റേറ്റ് ഇരട്ടിയാകാൻ കാരണം. അപ്പോൾ അറീനിയസ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും അതുപോലെ തന്നെ ആക്ടിവേഷൻ എനർജി കുറയുമ്പോഴും ഒരു റിയാക്ഷന്റെ റേറ്റ് കൂടുന്നു. അതുപോലെ തന്നെ റേറ്റ് കോൺസ്റ്റന്റ് എക്സ്പോണൻഷ്യലായും കൂടുന്നു. ഇനി ലോഗരിതമിക് ഫോം ഉപയോഗിച്ച് നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതായത് റേറ്റും ടെമ്പറേച്ചറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രാഫ്. അപ്പോൾ ഗ്രാഫിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ln k = ln a - EA/RT. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനുമായി കമ്പയർ ചെയ്താൽ 1/t x ആക്സിസിലും ln k y ആക്സിസിലും ആയി ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ത് വരും? 1/tയുടെ കൂടെ കിടക്കുന്നത് എന്താണ്? -EA/R. അപ്പോൾ -EA/R ആണ് സ്ലോപ്പ്. ഇനി ഇന്റർസെപ്റ്റ് എന്താണ്? ln a. അപ്പോൾ y ആക്സിസിൽ ആ സ്ട്രെയിറ്റ് ലൈൻ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ ln a എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാഫും നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതായത് 2 ടെമ്പറേച്ചറിൽ 2 താപനിലയിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നാൽ നമ്മൾ അതിൽ നിന്ന് EA ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് log K2/K1 = EA/2.303 R ബ്രാക്കറ്റിൽ T2 - T1 / T1 T2. ഇവിടെ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? K2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ്, K1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടെമ്പറേച്ചറുള്ള റേറ്റ് കോൺസ്റ്റന്റ്, E എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി, R ഗ്യാസ് കോൺസ്റ്റന്റ്, T2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടെമ്പറേച്ചർ, T1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം വെച്ച് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലംസ് കാണാറുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ഉദാഹരണം നോക്കാം. 2019 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദി റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് 293 Kelvin ഈസ് 1.7 × 10⁵ per second. When the temperature is increased by 20 Kelvin, the rate constant is increased to 2.57 × 10⁶ per second. Calculate EA and A of the reaction. അപ്പോൾ 2 ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇയെയും എയും കണ്ടുപിടിക്കാനായിരുന്നു. അതായത് ഇ എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി, എ എന്ന് പറഞ്ഞാൽ അറീനിയസ് ഫാക്ടർ. അപ്പൊ അതില് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ നമുക്കറിയാം. log K2/K1 = EA/2.303 R T2 - T1 / T1 T2. നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഇക്വേഷനാണ്. അപ്പൊ T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, K1 തന്നിട്ടുണ്ട്, K2 തന്നിട്ടുണ്ട്. അപ്പൊ T2 എങ്ങനെയാ തന്നിരിക്കുന്നത്? 20 കെൽവിൻ കൂടി എന്നാണ്. അപ്പൊ ആദ്യത്തെ ടെമ്പറേച്ചറിനെ 20 കൂട്ടണം. അപ്പോൾ 313 കെൽവിൻ എന്ന് കിട്ടും. R നമുക്കറിയാം 8.314 J/Kelvin/mol. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അറിയാൻ പാടില്ലാത്ത EA മാത്രമാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 103.514 kJ/mol കിട്ടും, അല്ലെങ്കിൽ 103514 J/mol എന്ന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നേരെ അറീനിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് EA കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ മറ്റൊരു എളുപ്പ വഴി ലോഗരിതമിക് ഫോമിൽ വേണം
ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ എ കണ്ടുപിടിക്കാൻ സാധിക്കും. ലോഗ് കെ ഈക്വൽസ് ലോഗ് എ മൈനസ് ഇ എ ബൈ 2.303 RT എന്ന് ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ കെയും ഇയെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആന്റിലോഗും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഫാക്ടർ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2018 സേ എക്സാമിന് ചോദിച്ചത്. ദി റേറ്റ് ഓഫ് എ റിയാക്ഷൻ ക്വാഡ്രപ്പിൾസ് വെൻ ദി ടെമ്പറേച്ചർ ചേഞ്ചസ് ഫ്രം 293 Kelvin to 313 Kelvin. Calculate the energy of activation of the reaction assuming that it does not change with temperature. അപ്പോൾ ഒരു റിയാക്ഷന്റെ റേറ്റ് ക്വാഡ്രപ്പിൾ ചെയ്യുന്നു, അതായത് 4 ഇരട്ടിയാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ്? ടെമ്പറേച്ചർ 293 കെൽവിനിൽ നിന്ന് 313 കെൽവിൻ ആയപ്പോൾ. അങ്ങനെയാണെങ്കിൽ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ സെയിം ഇക്വേഷൻ ലോഗ് K2 by K1 ഈക്വൽസ് EA by 2.303 RT2 minus T1 divided by T1 T2. ഇവിടെ തന്നിരിക്കുന്നത് K2 ഈക്വൽസ് 4K1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഗ് 4K1 by K2 എന്ന് എഴുതുക. അപ്പോൾ ലോഗ് 4 എന്ന് വരും. ലോഗ് 4ന്റെ വാല്യൂ ആണ് 0.6021. ബാക്കി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അറിയാൻ പാടില്ലാത്തത് EA മാത്രമാണ്. സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ EA ഈക്വൽസ് 52.86 kJ/mol എന്ന് കിട്ടും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ 2013 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദി ഫസ്റ്റ് ഓർഡർ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് ഈഥൈൽ അയഡൈഡ് ബൈ ദി റിയാക്ഷൻ C2H5I ഗീവ് C2H4 plus HI. അപ്പോൾ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് 1.60 × 10⁻⁻⁵ per second ആണ്. ടെമ്പറേച്ചർ 600 Kelvin. ഇതിന്റെ ആക്ടിവേഷൻ എനർജി 209 kJ/mol എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് 700 കെൽവിനിൽ റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ലോഗ് K2 by K1 എന്നാണ്. പക്ഷേ എളുപ്പത്തിന് അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ലോഗ് K2 മൈനസ് ലോഗ് K1 എന്ന് എഴുതാം. കാരണം നമുക്ക് അവിടെ ലോഗ് K2 കണ്ടുപിടിച്ചാൽ K2 കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ലോഗ് K2 കണ്ടുപിടിക്കാനുള്ള എല്ലാ വാല്യൂസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് K2 ഈക്വൽസ് മൈനസ് 2.197 എന്ന് വരും. അപ്പോൾ ആന്റിലോഗ് എടുത്താൽ ആൻസർ 6.36 × 10⁻³ (2×10⁻⁻1). ഇനി അടുത്തത് 2011 സേ എക്സാമിന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ അറ്റ് 500 Kelvin ആൻഡ് 700 Kelvin ആർ 0.02 (10⁻⁻1) and 0.07 (10⁻⁻1) respectively. Calculate the values of EA and A. ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. EAയും Aയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെയിം ഇക്വേഷൻ ലോഗ് K2 by K1 ഈക്വൽസ് EA by 2.303 RT2 minus T1 by T1 T2. അപ്പോൾ നമുക്ക് അതിൽ EA മാത്രമേ അറിയാൻ പാടില്ലാതെ ഉള്ളൂ. അവിടെ ഈ EA കണ്ടുപിടിക്കുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് EA 18230.8 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ അറീനിയസ് ഇക്വേഷന്റെ നോർമൽ ഫോമോ അല്ലെങ്കിൽ ലോഗരിതമിക് ഫോമോ ഉപയോഗിച്ച് A കണ്ടുപിടിക്കാം. ലോഗരിതമിക് ഫോം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. ആൻസർ 1.61.